നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷചക്രത്തിൽ രാജാവായ ആത്മപ്രഭാവകാരകനായ സൂര്യൻ്റെ കന്യരാശിയിലേക്കുള്ള ചാരവശാലുള്ള സഞ്ചാരത്തെ പറ്റിയാണ്. സൂര്യൻ 1200 ചിങ്ങമാസം 31-ാം തീയതി, അതായത് 2024 സെപ്റ്റംബർ 16-ാം തീയതി സോമവാരം തിങ്കളാഴ്ച രാത്രി 7:45 കന്യരാശിയിലേക്ക് പ്രവേശിക്കുന്നു. കഴിഞ്ഞ ഒരു മാസക്കാലം 31 ദിവസം സൂര്യൻ ചിങ്ങൻ രാശിയിലായിരുന്നു. പ്രഭാവകാരകനായ സൂര്യൻ മേടം മുതൽ 12 രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ശുഭാശുഭ ഫലങ്ങളെപ്പറ്റി സവിസ്തരം നാം പ്രതിപാദിച്ചു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ 12 വീഡിയോകൾ കണ്ടിരുന്നു. ഞാൻ സൂചിപ്പിച്ചു, പിതാവ്, ആത്മപ്രഭാവം, വ്യക്തിത്വം, രാജസേവ, രാജാവ്, കാര്യങ്ങൾ നിയന്ത്രിക്കുക, എപ്പോഴും അദമ്യമായ ഉത്സാഹം, അഹങ്കാരം, ഇതൊക്കെ സൂര്യൻ്റെ മുഖമുദ്രകളാകുന്നു. സൂര്യനും ചൊവ്വയും ശനിയും രാഹുവും കേതുവും ജ്യോതിഷത്തിൽ പാപഗ്രഹങ്ങളാകുന്നു. പക്ഷേ സാത്വികനെന്ന് ഹോരാചാര്യർ വിശേഷിപ്പിച്ച സാത്വിക സ്വഭാവമുള്ള ഗ്രഹം സൂര്യനാണ്. അതിനാൽ പല രീതിയിലും ചൊവ്വയേക്കാളും ശനിയേക്കാളും രാഹുവേക്കാളും കേതുവേക്കാളും സൂര്യൻ്റെ വ്യക്തിത്വത്തെ നിങ്ങൾ മനസ്സിലാക്കണം. നാം മേടം മുതൽ 12 രാശിക്കാർക്കുമുള്ള ചാരവശാൽ ഒരു മാസത്തേക്കുള്ള ശുഭാശുഭ ഫലങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ കന്നിമാസത്തിലെ വിശേഷങ്ങളും നിങ്ങൾ അറിയണം. കന്നിമാസം ദേവിയുടെ, മഹാലക്ഷ്മിയുടെ സങ്കേതമാകുന്ന രാശിയാകുന്നു. അതിൻ്റെ ചിഹ്നം തന്നെ തോണിയിൽ ഒരു കന്യക യുവതി സഞ്ചരിക്കുന്ന ചിത്രമാണ് കന്നിരാശിയുടെ ചിത്രം. കന്നിരാശിക്കാർക്ക് ഭാഗ്യാധിപനായ ഗ്രഹം ശുക്രനാകുന്നു. ആ ശുക്രനെ കൊണ്ടാണ് നാം ദേവിയെ ഒക്കെ ചിന്തിക്കുന്നത്. അതിനാൽ കന്നിരാശി സ്വതവേ തന്നെ ദൈവാംശമുള്ള, പ്രത്യേകിച്ച് ദേവി ചൈതന്യമുള്ള രാശിയാകുന്നു. ഈ കന്നിമാസത്തിൽ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ: 1, നീചസ്ഥിതിയിൽ നിൽക്കുന്ന ശുക്രൻ സെപ്റ്റംബർ 18-ാം തീയതി, കന്നി 2-ാം തീയതി സൂര്യൻ കന്നിയിൽ പ്രവേശിച്ച് പിറ്റേ ദിവസം തന്നെ സ്വന്തം മൂലക്ഷേത്രമായ തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു എന്ന ഒരു പ്രത്യേകതയുണ്ട്. ശുക്രനാണ് ഭൗതിക സുഖത്തിൻ്റെ കാരകൻ. വിവാഹം, സൗഹൃദങ്ങൾ, വ്യാപാരങ്ങൾ, വാങ്ങലും കൊടുക്കലും കച്ചവടവും ഒക്കെ ശുക്രൻ്റെ ജോലിയാകുന്നു. ആ ശുക്രൻ ബലവാനായി സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. അതും 45 ഡിഗ്രി മൂലക്ഷേത്ര ബലവാനായി. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സെപ്റ്റംബർ 23-ാം തീയതി ബുധൻ സിംഹൻ രാശിയിൽ നിന്നും തൻ്റെ ഉച്ചക്ഷേത്രമായ കന്നിയിലേക്ക് പ്രവേശിക്കുന്നു. അതിനാൽ വിശേഷപ്പെട്ട 2 ഗ്രഹങ്ങളുടെ ട്രാൻസിറ്റ്, ചാരവശാലുള്ള മാറ്റങ്ങൾ കന്നിമാസത്തേക്ക് നടക്കുന്നു. പിന്നെ കന്നിരാശിയിലാണ് നാം ഏറ്റവും പ്രധാനപ്പെട്ട അഷ്ടമി, ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി, ഇതൊക്കെ വരുന്നത് കന്നിരാശിയിലാണ്. ആയുധപൂജ മുതൽ നമ്മുടെ കുരുന്നുകൾക്ക് വിദ്യാരംഭം കുറിക്കുന്ന ദിവസങ്ങളൊക്കെ തന്നെ കന്നിമാസത്തിൻ്റെ പ്രത്യേകതകളാകുന്നു. ഒക്ടോബർ 11, 12, 13 ദിനങ്ങൾ, അതായത് കന്നിമാസം 25, 26, 27 ദിവസങ്ങളിലാണ് ദുർഗാഷ്ടമിയും മഹാനവമിയും വിജയദശമിയും സംഭവിക്കുന്നത്. നിങ്ങൾക്കറിയാം, മൂകാംബിക മുതൽ ദേവി സരസ്വതി ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭത്തിന് കുരുന്നുകൾ പ്രവേശിക്കുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച നമുക്ക് കാണാവുന്നതാണ്. വിജയദശമിക്ക് നാം നക്ഷത്രങ്ങളൊന്നും നോക്കാറില്ല, പലപ്പോഴും മുഹൂർത്തങ്ങളും നോക്കാറില്ല. പക്ഷേ നിങ്ങൾക്ക് ഡോക്ടർ മാരാർജി സവിശേഷമായി ആ ദിനത്തിൻ്റെ പ്രത്യേകതയും കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ തന്നെ സവിസ്തരം പ്രതിപാദിക്കുന്നതാണ്. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ഇടവം രാശിക്കാരുടെ ഈ കന്നിമാസത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകേരി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന ഇടവൻ രാശിക്കാർക്ക് ഇന്ന് സൂര്യൻ 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. 5-ാം ഭാവം പാപഗ്രഹങ്ങൾക്ക് അത്ര ശുഭമായ ഭാവമല്ല. പ്രത്യേകിച്ച് 5-ൽ സൂര്യൻ നിൽക്കുമ്പോൾ അസുതോ ധനവർജിത സ്ത്രികോണേ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അസുതഹ അവിദ്യമാനഹ സുതഹ യസ്യ സഹ, സന്താനങ്ങൾ ഇല്ലാത്തൊരവസ്ഥയെ കൈവരുന്ന സമയമാണ്. ഫോർ എക്സാമ്പിൾ, ഗർഭിണികൾക്ക്
ഈ ഒരു മാസം എബോർഷൻ ഉണ്ടാകുന്ന മാസമാകുന്നു. അതിനാൽ വളരെയധികം ഗർഭിണികൾ ശാരീരികമായ വിഷയത്തിൽ പൂർണ്ണമായും റെസ്റ്റ് എടുക്കേണ്ട മാസമാകുന്നു. കാരണം സൂര്യൻ അഗ്നിയാണ്, അഗ്നിഗോളമാണ്. 5ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സ്റ്റൊമക്കൽ ഡിസോർഡേഴ്സ് വരും, സന്താനങ്ങൾക്ക് അരിഷ്ടത ഉണ്ടാക്കും. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക. സുതസ്ഥാനകെ പൂർവജാപത്യതാപി കുശാഗ്രിയ ബുദ്ധി രവോ മന്ത്രവിദ്യ രഥോ വഞ്ചനെ സഞ്ജയേവി പ്രമാദി മൃതി ക്രോഡരോഗാദിജ ഭാവനീയ എന്ന് ചമത്കാര ചിന്താമണിക്കാരൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യ സന്താനത്തെ പറ്റി ദുഃഖം വരുമെന്നാണ്. ഒരാൾക്ക് 2 3 മക്കളുണ്ടെങ്കിൽ ഈ ഒരു മാസം ആദ്യ സന്താനത്തിന് അരിഷ്ടതകൾ ഉണ്ടാകുക, അല്ലെങ്കിൽ ആ സന്താനത്തിൻ്റെ വികൃതി കാരണം പലപ്പോഴും പൊറുതിമുട്ടി മാനസികമായ അസ്വസ്ഥതയെ പ്രാപിക്കുന്ന മാസമാകുന്നു. തനിക്ക് അന്യർക്ക് വേണ്ടി കുശത്തിൻ്റെ അഗ്രമായ ബുദ്ധി കൈവരും. അപ്പോൾ പലപ്പോഴും നല്ല ബുദ്ധിയും സദ്ബുദ്ധിയും കുരുഷ്ട് ബുദ്ധിയും ദുർബുദ്ധിയും മറ്റുള്ളവർക്ക് ഉപദേശിക്കുവാൻ ഈ മാസം നല്ല കൺസൾട്ടൻസിന് വളരെയധികം ഉപയോഗപ്പെടുത്താവുന്നതാണ്. പ്രത്യേകിച്ച് സർക്കാർ പോലുള്ള GST പോലെയുള്ള വിഷയങ്ങളിൽ എങ്ങനെ തൻ്റെ ക്ലയൻറ്റുകളുടെ സാമ്പത്തികമായ അവസ്ഥയെ മാറ്റി നന്നാക്കാൻ പറ്റും എന്ന സൂക്ഷ്മമായ ബുദ്ധി, കുറുക്കു വഴികൾ ഉപദേശിക്കാൻ 5ൽ സൂര്യൻ നിൽക്കുമ്പോൾ ഇടവൻ രാശിക്കാർക്ക് സംജാതമാകുന്ന ഒരു ഗുണവിശേഷമാണ്. രഥോ മന്ത്രവിദ്യയിൽ താല്പര്യം കാണിക്കുന്നു. അതിനാൽ പൂജാതി വിഷയങ്ങൾ പഠിക്കുന്നവർക്ക്, പ്രാക്ടീസ് ആക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ദുർമന്ത്രവാദികൾക്കൊക്കെ ഈ മാസത്തെ ഈ വിഷയത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. രഥോ വഞ്ചനെ സഞ്ജയേവി പ്രമാദി, മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ട് തനിക്ക് ധാരാളം കാശുണ്ടാക്കുവാനുള്ള ഒരു ചിന്ത വരുന്നതാണ്. അതിനാൽ അന്യരെ ചതിക്കുക, അന്യരെ പറ്റിക്കുക എന്നൊരു വിഷയം 5ലെ സൂര്യൻ പലപ്പോഴും പ്രദാനം ചെയ്യുന്നു. മൃതി ക്രോഡരോഗാദിജ, ഉദരരോഗം, വയറുവേദന കൊണ്ട് രോഗാദി അരിഷ്ടതകളെ വളരെയധികം ശ്രദ്ധിക്കണമെന്നും പറയുന്നു. അതിനാൽ 5ൽ സൂര്യൻ നിൽക്കുമ്പോൾ സാമ്പത്തിക വിഷയത്തിൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കുക. അന്യരുടെ കാശെടുത്ത് പെരുമാറുമ്പോൾ അത് അന്യരുടെ മുതലാണ് എന്ന ഭാവനയോടുകൂടി മാത്രം കൈകാര്യം ചെയ്യുക. നമുക്ക് പേരുദോഷം വരും. കീർത്തിർ യസ്യസ ജീവതി, സുകീർത്തിയായി ജീവിക്കുവാൻ ശ്രദ്ധിക്കുക. ഇടവൻ രാശിക്കാർ ഈ മാസം സന്താന വിഷയങ്ങളുടെ പഠനവുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ ധാരാളം ഉണ്ടാകുന്നു. മനസ്സിന് അങ്ങേയറ്റം അസ്വസ്ഥത ഉണ്ടാക്കുന്നു. 5ാം ഭാവം നമ്മുടെ ബുദ്ധിയാകുന്നു. മനസ്സിന് അസ്വസ്ഥത പെട്ടെന്ന് വരുന്നതാണ്. മക്കളുടെ വിഷയത്തിൽ വളരെയധികം സ്ട്രിക്റ്റായ സമീപനം പുലർത്താതിരിക്കുക. 5ാം ഭാവം മന്ത്രഭാവമാണ്. അതിനാൽ വളരെ നന്നായി ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക. ഇതൊക്കെ ചൊല്ലിക്കൊണ്ട് ശിവന് പ്രിയപ്പെട്ട കൂവളമാല, ജലധാര, ശംഖാഭിഷേകം മുതലായ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഈ ഒരു മാസത്തെ ചെറിയ ചെറിയ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണാൻ ഇടവൻ രാശിക്കാർ ശ്രമിക്കുക.